गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। എല്ലാവരും ഒത്തുചേരുന്ന ഒരു മഹോത്സവമായി നമ്മളിതിനെ കണക്കാക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഗ്രൗണ്ടിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരയിൽ ഉപവിഷ്ടരാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിശിഷ്ട അതിഥികൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. വാഴൂർ തീർത്ഥവാദാശ്രമം കാര്യദർശി ഗരുഡ പ്രജാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ श्री हरे जनार्दना रेवती सानुजमा पाहि श्री हरे जनार्दना रेवती सानुजमा पाहि श्री हरे जनार्दना श्री हरे जनार्दना रेवती सानुजमा पाहि श्री हरे जनार्दना. ആദരണീയനായ അധ്യക്ഷൻ NB ബാലചന്ദ്രൻ അവർകൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനും അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനും ഇവിടെ എത്തിയിരിക്കുന്ന സംപൂജ്യ സ്വാമി ഗരുഡ ധ്വജാനന്ദ അവർകൾ, മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള ശ്രീ MR കൃഷ്ണകുമാർ അവർകൾ, പ്രഭാഷണം നടത്തുവാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ സിന്ധു രാജീവ് അവർകൾ, ഈ സമ്മേളനത്തിന്റെ രക്ഷാധികാരികളായ വിവിധ സമുദായ സംഘടനകളുടെ പ്രതിനിധികളെ, വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ പ്രതിനിധികളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഗ്രാമത്തിലെ എല്ലാ ഹിന്ദു സമുദായ സംഘടനകളുടെ പ്രതിനിധികളും ഈ ഗ്രാമത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും ഹിന്ദു സംഘടനകളും ഒരുമിച്ച് ഒരു വേദിയിലെത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നേട്ടം. അവര് അന്യോന്യം കണ്ട് സംസാരിക്കുവാനും പരിചയപ്പെടാനും ഹിന്ദു സമുദായ സംഘടനകൾ എത്ര എണ്ണം നമ്മുടെ ഈ ഗ്രാമത്തിലുണ്ട്. അവരുടെ നേതാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ തമ്മിൽ യാതൊരു ബന്ധവും അവര് ഇന്ന സമുദായ സംഘടനയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏത് വെല്ലുവിളികളെയും നേരിടാൻ ജയിക്കാം. നമ്മൾ പല പാർട്ടികളിലായിരിക്കാം, നമ്മൾ പല ജാതികളായിരിക്കാം, പല ചിന്താഗതികളിലായിരിക്കാം. എന്നാൽ നമ്മുടെ രക്തത്തിൽ ഒഴുകുന്നത് ഒരേ സംസ്കാരമാണ്, ഒരേ ധർമ്മമാണ്. ഇതൊരു തുടക്കമാണ്, ഒരു ഉണർവാണ്.
വിരമിച്ച ആളാണ്. ശരംകുത്തിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതോടൊപ്പം ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുവാനും അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനും ഇവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആചാര്യനും വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിലെ കാര്യദർശിയുമായ സംപൂജ്യ ഗരുഡ ധ്വജാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തെ കുടയത്തൂരിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. സംസ്ഥാന ധർമ്മജാഗരൺ സംയോജകൻ ആണ്. തൃപ്പൂണിത്തുറയാണ് സ്വദേശം. ഇപ്പോൾ ജന്മഭൂമിയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹത്തിന് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ഡോക്ടർ സിന്ധു രാജീവ് അവറുകളാണ്. മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. തൊടുപുഴ സ്വദേശിയാണ്. അറക്കുളം സെന്റ് ജോസഫ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പാളും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും കേരളത്തിലെ ഹിന്ദു സംഘടനാ രംഗത്തെ നിറ സാന്നിധ്യവുമാണ്. ഡോക്ടർ സിന്ധു രാജീവ് അവറുകളെ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ സഹസംഘത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. മാതൃഭാരത പാദപീഠമിതാണു കേരള പുണ്യഭൂ. ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം. ശിലയ ശിവനായി പ്രാണനേകിയ നാണു ഗുരുവിൻ കേരളം. ജാതി മതിലുകൾ തീണ്ടവേലികൾ നാമെരിച്ചു കളഞ്ഞിടം. വില്ലുവണ്ടിയെത്തിയ കാളി കാട്ടിയ നേർവഴി. മന്നമെന്ന മഹാരഥി കണി ചേർന്നു പാതകൾ വീണ്ടിടം. പിന്നിൽ പ്രവർത്തിച്ച സ്വാഗത സംഘം കമ്മിറ്റി അംഗങ്ങൾ ഉള്ളവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി ഷാജികുമാർ പറഞ്ഞു ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു. ഇതിനകത്ത് ഒരു സ്വാഗത സംഘം തിരഞ്ഞെടുത്ത് അതിനകത്ത് ഒരു നല്ല കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സ്വാഗത സംഘം എല്ലാ പ്രവർത്തനം അവരുടെ പ്രവർത്തനം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ സമ്മേളന വേദി സമ്പുഷ്ടമാക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വേദിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ ഈ കുടയത്തൂര് ചെറിയൊരു ഗ്രാമപഞ്ചായത്തിൽ ഇത്രയും ജനങ്ങളെ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വിജയമാണ്. ഒരു ഹിന്ദു ഏകതാ സമ്മേളനം അല്ലെങ്കിൽ ഹിന്ദു ഐക്യം വേണം എന്ന് ജനത്തിന് നമുക്ക് തോന്നി എന്നുള്ളതാണ്. ജനാദന ദീപോ ഹരതു മേ പാപം. ദീപജ്യോത നമോസ്തുതേ. ബ്രഹ്മജ്യോത നമോസ്തുതേ. ബ്രഹ്മജ്യോത പ്രദീപ്തായ ഗുരുജ്യോത നമോസ്തുതേ. ഓം ഭദ്രംവാദയ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേശ്വയാമ ദേവാഃ. ഭദ്രം പശ്യേമക്ഷവിചിത്രാഃ. സ്ഥിരൈരന്തൈഷുഭ്വാംശസ്തനൂഭിഃ. അദ്വൈത ദർശനമാണ് ഏകം എന്നുള്ള ഏകം സദ്വിഖ്യാ ബഹുദാന്ത പദന്തി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ഏകമായ സത്യത്തെയാണ് വിദ്വാൻമാർ പലതായി വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ മാത്രം പറയുന്നത് ശരിയുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മളുടെ സന്തതി പരമ്പരകൾ ഇവിടെ സ്വൈര്യവും സ്വസ്ഥവുമായി കഴിയണമെന്നുണ്ടെങ്കിൽ ഹിന്ദു ഏകമായി ഏകശക്തിയായി നമ്മൾ നിലകൊണ്ടാൽ മാത്രമേ അത് സാധിക്കൂ. എടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് വിസ്മരിക്കാതെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കൊടയത്തൂർ ഗ്രാമത്തിൽ ഇത്രയും സജ്ജനങ്ങളും ഒത്തുകൂടുകയും ഹിന്ദു ഏകതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത എൻ്റെ സംഘാടകർക്കും
ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവേ സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കച്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സംഘാടകർ വിശേഷിപ്പിച്ച മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഏകോദര സഹോദരൻ മോനെ പോലെ പ്രവർത്തിക്കേണ്ടതിൻ്റെ എക്കാലത്തെയും തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിച്ചാൽ മാത്രമേ സംഘടനകൾ കൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ സംഘടനകൾ കൊണ്ട് ഐക്യമുണ്ടാക്കാൻ കഴിയില്ല. വ്യക്തിപരമായി നമ്മളെല്ലാവരും സഹോദര മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ്, ഐക്യത്തോടുകൂടി നിൽക്കേണ്ടവരാണ്. ഐക്യത്തോടുകൂടി നിന്നില്ലെങ്കിൽ നമ്മുടെ സമാജം വീണ്ടും ഛിന്ന ഭിന്നമായി പോകും എന്നുള്ള സത്യത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഹൈന്ദവ സമാജത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. ഇതിന്റെ സംഘാടകർ തൃപ്തരായി എന്ന് പറയാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ പൂർവ്വസ്വരികരായിട്ടുള്ള പ്രവർത്തകരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ കാതലായ എല്ലാ അംശങ്ങളും തന്നെ സംയോജിപ്പിച്ച് ഉദ്ഘാടന ഭാഷകനായി സംപൂജ്യ സ്വാമിജിയും അതോടൊപ്പം തന്നെ മുഖ്യ പ്രഭാഷകനായ ശ്രീ എൻ.ആർ. കൃഷ്ണകുമാർ അവറുകളും നൽകഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു കുടം നിറഞ്ഞു കഴിഞ്ഞാൽ ആ കുടത്തിന് ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കടക്കില്ല എന്ന അവസ്ഥയിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ അത് മുഴുവനും തൂവിപ്പോകും എന്നുള്ളത് കൊണ്ടും പ്രസംഗത്തെക്കാൾ ഉപരി ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഉത്തമ ദൃഷ്ടാന്തമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിറഞ്ഞ് കവിഞ്ഞ ഈ കൊടിയത്തൂർ സരസ്വതി വിദ്യാനികേതന്റെ ഈ മനോഹരമായ മൈതാനത്തെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയ ജനങ്ങൾ.
വിണ്ണിൽ പിറന്ന ഭഗവതിയും വിണ്ണിൽ പിറന്ന ഭഗവതിയും മംഗള പൂജ ചെയ്യുവാൻ ഞങ്ങളെ തുണച്ചിടേണം. മാർഗഴി മാസത്തിൻ മാദക ജ്യോതിസേ മാരരിപുവിന്റെ ജന്മതാരേ. മാർഗഴി മാസത്തിൻ മാദക ജ്യോതിസേ മാരരിപുവിന്റെ ജന്മതാരേ. പരിപാലയ മംഗമേശ്വരി വാണി പരമേശ്വരിയേ പന്നഗമേനി. പരിപാലയ മംഗമേശ്വരി വാണി പരമേശ്വരിയേ പന്നഗമേനി. അഖില ജഗന്മോഹിനിയം പൂജപാണി അധിക സുന്ദരി മണി ശോഭന റാണി. അഖില ജഗന്മോഹിനിയം പൂജപാണി അധിക സുന്ദരി മണി ശോഭന റാണി. സരസ്വതി പരിപാധി